ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു കറന്റ് എനർജി, അവരുടെ കറന്റ് സിറ്റുവേഷൻ, കറന്റ് തോട്ട്സ് ഇതെല്ലാം എന്താണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഓവറോൾ എനർജി കൂടെ നമ്മൾ ഇതിനകത്ത് നോക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു തീർത്തും ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ഒരു നല്ല ഗൈഡൻസ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. അവരുടെ മുഖം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർത്തുകൊണ്ടേയിരിക്കുക. അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്രത്തോളം ഇഷ്യൂസിൽ നിൽക്കുന്ന അവസ്ഥയാണ് എങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു സമയത്ത്, ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോസിറ്റീവായിട്ട് മാത്രമേ നിങ്ങൾ തിങ്ക് ചെയ്യാവുള്ളൂ ഈ ഒരു ടൈമിൽ. അങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളിലേക്ക് ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Knight of Cups, Five of Cups, the Chariot, the Sun card, Ace of Cups, Knight of Swords, Page of Swords, Nine of Cups, Eight of Swords, Page of Cups, Nine of Wands, the World, Ace of Wands, the Hierophant, Six of Wands, Three of Swords, the Fool card, Ten of Wands. ബോട്ടം ഓഫ് ദ ഡെക്കായി വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വോൺസ് ആണ്. നമുക്ക് ഈ കാർഡുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി, അവരുടെ തോട്ട്സ് ഒക്കെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ
ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് വളരെയധികം ഫൈറ്റ് കാര്യങ്ങളെല്ലാം നടന്നിട്ട് പൂർണ്ണമായിട്ടും അവസാനിച്ചു പോയി എന്ന് കരുതിയ ഒരു ബന്ധമായിരിക്കാം നിങ്ങളുടേത്. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിലൊരു എവിടെയോ ഒരു 20% 30% ഒരു ഹോപ്പ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ള നിങ്ങളുടെ ഒരു വിശ്വാസത്തിന്റെ മാത്രം ഉറപ്പിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളുടേത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻ അങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു എനർജി കൊണ്ടിട്ടായിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു തോന്നൽ വന്നിരിക്കുന്നത് ഇവർ നിങ്ങളിലേക്ക് വരും എന്നുള്ളത്. കാരണം നിങ്ങൾ ഇതിലൊരു തെറ്റും ചെയ്ത വ്യക്തികളായിരിക്കില്ല മേ ബി. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ വേദന എന്നെങ്കിലും ഒരു സമയത്ത് ഈ ഒരു വ്യക്തി തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും. ആ ഒരു വിശ്വാസമായിരിക്കാം നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുന്നത് അവർ വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. അവർക്ക് വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. അവരുടെ ഈ ഒരു അവസ്ഥ അവരെ തീർത്തും ഒറ്റപ്പെടുത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവരുടെ കൂട്ടുകാരാണെങ്കിലും നിങ്ങളാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ ഫാമിലി ഇതൊന്നും തന്നെ ഇപ്പൊ അവരുടെ കൂടെ ഇല്ല. തീർത്തും ഏകാന്തമായ ഒരു അവസ്ഥ. സ്വയം ഇമോഷൻസ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത്. അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് നീങ്ങേണ്ടത് എന്നുള്ളൊരു എനർജി പോലും ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇമോഷണലി അവർ വളരെയധികം വീക്ക് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചാരിയറ്റ് ആണ് വന്നിരിക്കുന്നത്. അവർക്ക് എന്ത് രീതിയിൽ മുന്നോട്ടേക്ക് പോകണം, ആരോട് എന്ത് സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റാരോടെങ്കിലും പറയണോ, ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും സഹായം ചോദിക്കണോ, അവർക്ക് നിങ്ങളോടായിട്ട് വന്ന് മിണ്ടാനായിട്ട് സാധിക്കുന്നില്ല. പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു മടി അവരെ വളരെയധികം ബാക്കിലേക്ക് വലിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തിയായിട്ട് തന്നെയായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ചിലപ്പോൾ ഇറങ്ങി പോയിരിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിച്ചിട്ട് നിങ്ങളെ വേണ്ട എന്ന് ആ ഒരു വ്യക്തി തന്നെയായിരിക്കാം പറഞ്ഞത്. നിങ്ങൾ ഒരുപാട് പുറകെ നടന്നിട്ട് ഒരുപക്ഷേ ആ ഒരു person നിങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരിക്കില്ല. ആ ഒരു ചിന്തകൾ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവർക്ക് നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് വരാനായിട്ടുള്ള ഒരു അല്ലെങ്കിൽ പെട്ടെന്ന് മിണ്ടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആരുടെയെങ്കിലും അടുത്തൊക്കെ ഒന്ന് സഹായം ചോദിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് അങ്ങനെയുള്ള ആളുകളുടെ അടുത്തൊക്കെ ഒരു സഹായം ചോദിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആരും ഇപ്പൊ അവരുടെ കൂടെ നിൽക്കുന്നില്ല. അതിന്റെ കാരണം ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം തന്നെയായിരിക്കാം. കാരണം ഇവര് കുറച്ചധികം അല്ലെങ്കിൽ കുറച്ചധികം എന്നല്ല വളരെയധികം ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു അഹങ്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നമുക്ക് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വളരെയധികം അഹങ്കാരമുള്ള ഒരു ഞാൻ എന്ന ഭാവം. എന്നെ വെല്ലാനായിട്ട് ആരുമില്ല അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നൊരു രീതി. അത്രയ്ക്കധികം ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. ആ ഒരു രീതിയാണ് നിങ്ങളുടെ അടുത്തും ആ ഒരു പേഴ്സൺ കാണിച്ചുകൊണ്ടിരുന്നത്. ഇതേ രീതി തന്നെയാണ് അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്തും അവർ കാണിച്ചത്. പക്ഷെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അവരുടെ അടുത്ത് ഒരുപാട് ക്ഷമിച്ച് അവരുടെ കൂടെ നിൽക്കാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർ അങ്ങനെയല്ല. നിങ്ങളുടെ അത്രയും ക്ഷമിക്കേണ്ട ഒരു ആവശ്യം മറ്റുള്ളവർക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ട് തന്നെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഇവരിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ഇപ്പൊ ഇവർ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക് ഈ ഒരു ഭാരം, ഈ ഒരു വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻസിനെ എങ്ങനെയെങ്കിലും ഒന്ന് എന്താ പറയാ ഒരു മുൻകൈ എടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും സോൾവ് ആക്കണം എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിലുണ്ട്. ഇവരിപ്പോ തീർത്തും ഒരു സ്വയം ഇമോഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഹൈഡ് ചെയ്ത് മൊത്തം ഒന്ന് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ആരും തന്നെ ഈ ഒരു വ്യക്തിയെ വന്ന് ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നതല്ല, സ്വയം ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവര് തന്നെ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇവരുടെ ഒരു ചിന്തകളെല്ലാം കൂടെ കൂടിയിട്ട് ഒരു കറക്റ്റ് ഒരു ഡിപ്രഷൻ സ്റ്റേജ്, കണ്ണ് കാണാത്തൊരവസ്ഥ. അഹങ്കാരം ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഇവര്. വളരെയധികം അഹങ്കാരികളായിട്ടുള്ള ഒരു വ്യക്തികൾ തന്നെയായിരുന്നു. അതിന്റെ കൂടെ ഇതെല്ലാം കൂടെ വന്നപ്പോൾ ഇവർ ആകെപ്പാടെ ടോട്ടലി ഒരു മൊത്തത്തിലൊരു ഡിപ്രസ്ഡ് സിറ്റുവേഷൻ ആയി. ഓക്കെ. ഈ ഒരു ഡിപ്രസ്ഡ് സിറ്റുവേഷനിലാണ് എങ്കിൽ പോലും അവർ ഏറ്റവും കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. നിങ്ങളുടെ ആ ഒരു ചിന്തകൾ ആ ഒരു പേഴ്സന്റെ മൈൻഡിനെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുള്ളതായിട്ട് കാണുന്നുണ്ട്. അതിന് എന്തെങ്കിലും റിസ്ക് എടുക്കാനും അവര് സ്വയം തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. എന്ത് റിസ്ക് എടുത്തിട്ടും നിങ്ങളിലേക്ക് ഒന്ന് വരണം. അത് ഏത് രീതിയിലാണ് വേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമാണ് അവർക്കുള്ളത്. നമുക്കിവിടെ വന്നിരിക്കുന്ന എനർജികളിൽ ഒരുപാട് നമുക്കൊരു കപ്പ് എനർജി ഇവിടെ വന്നിട്ടുണ്ട്. വൈകാരികമായ നിങ്ങളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സണിലേക്ക് മാത്രമാണ് ഇവർ ഈ ഒരു സമയത്ത് കോൺസെൻട്രേഷൻ കൊടുത്തിരിക്കുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് എത്തണം.
അവർ ചെയ്തു പോയ തെറ്റുകൾ നിങ്ങളുടെ അടുത്ത് പറയണം, എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് എത്തണം. അവരുടെ ആ ഒറ്റപ്പെടലിൽ നിന്ന് അവർക്കൊരു മാറ്റം വേണം. അപ്പൊ ഇവര് ഈ ഒരു സമയത്തും ഇവരുടെ ഉള്ളിൽ ആ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ചെറുതായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. കാരണം നിങ്ങളിൽ നിന്ന് മാറിപ്പോയപ്പോൾ ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ ഉണ്ടെന്നൊരു ചിന്തയിലാണ് പോയത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇപ്പോഴും ഇവർ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് വരുമ്പോഴും ഇവർ ഒറ്റപ്പെട്ടു പോയ ഒരു ചിന്തയാണ് ഇവരെ കൂടുതലായിട്ട് അലട്ടുന്നത്. നിങ്ങളിലേക്ക് ഒരു സ്നേഹം തരണം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളപ്പോഴും സ്വയം ഒറ്റപ്പെട്ടു പോയ ആ ഒരു വേദനയാണ് ഇവരെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ ആ ഒരു ആബ്സെൻസിനേക്കാൾ കൂടുതലായിട്ട് ഇവരുടെ ആ ഒരു ഒറ്റപ്പെടല്. അപ്പൊ അത്രയ്ക്കധികം ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് എത്രത്തോളം റെസനേറ്റ് ആകുമെന്ന് എനിക്ക് അറിയില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം ഇത് പോസിറ്റീവ് ആയിട്ട് എടുക്കുക. അല്ലാത്തവർ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയുക. ഓക്കെ. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ എന്ത് റിസ്കും എടുത്തിട്ടും നിങ്ങളിലേക്ക് വരണമെന്ന് ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫിന്റെ സക്സസ് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെയെങ്കിലും ഒരു സക്സസിലേക്ക് എത്തിക്കണം. കാരണം അവർക്ക് നിങ്ങളോട് സ്നേഹവും ഉണ്ട്. അവരുടെ ഒരു സെൽഫിഷ്നെസിന്റെ കാര്യത്തിൽ അവർ അത്രത്തോളം ഒരു ഈഗോയിസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ടിട്ട് അവർക്ക് ആ ഒരു ഈഗോ വിട്ടുകളയാൻ അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ആ ഒരു രീതിയിലുള്ള വ്യക്തിയാണത്. അത് അവരുടെ ജനറ്റിക് ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. അവർ ആരുടെ മുമ്പിലും ഒരു ലിമിറ്റിൽ കൂടുതൽ താഴ്ന്നു കൊടുക്കാത്ത ഒരു വ്യക്തികളാണ്. നിങ്ങളുടെ മുന്നിലും അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും അവർ കൂടുതലായിട്ട് ആ ഒരു കാര്യത്തിൽ ഒരു അയവ് കാണിക്കാത്തത്. പക്ഷെ എങ്കിൽ പോലും ആ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവരുടെ ഈഗോയിൽ ചെറുതായിട്ടാണെങ്കിലും താഴ്ന്നിട്ടായാലും അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരണം. അതിന് ആരെങ്കിലും നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള സഹായം കിട്ടുമെങ്കിൽ അതിനും ഏറ്റെടുക്കാനായിട്ട് ആ ഒരു പേഴ്സൺ തയ്യാറായിട്ട് നിൽക്കുന്നത്. ഓക്കെ. അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പുതിയ തുടക്കം വേണമെന്നാണ്. നിങ്ങളിലേക്ക് ഒരു കപ്പ് തന്നിട്ട് ഒരു സ്നേഹം നിങ്ങളിലേക്ക് തന്നിട്ട് നിങ്ങളുടെ കൈ പിടിച്ച് ഒരു പുതിയ തുടക്കം, ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പറഞ്ഞ് പരിഹരിച്ചതിന് ശേഷം ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് വേണം. ഇതാണ് അവരുടെ മനസ്സ് ഈ ഒരു സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ഈ ഒരു ടൈമിൽ ഡിവൈനിലായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ സുഹൃത്ത്, ഫാമിലി നിങ്ങളൊന്നും അവരുടെ കൂടെ ഇല്ലെങ്കിൽ പോലും അവരുടെ ലൈഫിൽ അവരുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ അവർ ഒരു ഗുരുനാഥൻ എന്നുള്ള രീതിയിൽ കാണുന്ന വ്യക്തികളായിരിക്കാം. അവർ ആരോടോ അടുത്ത് നിങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വ്യക്തിയുടെ ഉപദേശവും അവരുടെ ഈ ഒരു ചിന്തകൾക്ക് പുറകിൽ കാരണമായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ. മറ്റുള്ള ആരുടെയോ ഒരു ഉപദേശം ഇവർ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേൾക്കാത്ത വ്യക്തികളാണ് എങ്കിൽ പോലും ഇങ്ങനെ ഒരു ഒറ്റപ്പെടൽ സിറ്റുവേഷൻ വന്നപ്പോൾ ഇവർക്ക് ആരോടെങ്കിലും എന്താ പറയാ ഒരു ഹെൽപ്പ് ചോദിക്കാതെ ഇവർക്കൊരു വഴിയില്ല. അപ്പൊ അങ്ങനെ ഇവർ ഹെൽപ്പ് ചോദിച്ച ഒരു വ്യക്തികളായിരിക്കാം ഇവര്. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു പേഴ്സന്റെ വാക്കുകൾ എന്തായാലും നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് കേൾക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർക്കൊരു പരിവർത്തനം നടന്നിരിക്കുന്നത്. ഓക്കെ. നമുക്കിവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാണ്ട്സ് ആണ്. അവർ പൂർണ്ണമായിട്ടും ഒരു മാറ്റങ്ങൾക്ക് സ്വയം തയ്യാറായി നിൽക്കുന്ന എനർജി. മാറാനായിട്ട് അവർ തയ്യാറാണ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അവരതുപോലെ തന്നെ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. നിങ്ങളുടെ അടുത്തേക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്ത ആ ഒരു പേഴ്സണെ മനസ്സിൽ വളരെയധികം തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് കോണ്ടാക്ട് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് എങ്കിലും അവർക്ക് ഒരു ഭയമാണ് അവരെ അലട്ടുന്നത്. കാരണം നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോഴേക്കും ബിഹേവ് ചെയ്യാനായിട്ട് പോകുന്നത്? നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു പേഴ്സൺ മിണ്ടാൻ വരുമ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് ദേഷ്യപ്പെടുമോ? അതോ നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യുമോ? ഈ ഒരു ചിന്തകളൊക്കെയാണ് ഈ ഒരു പേഴ്സന്റെ മൈൻഡിൽ വളരെയധികം തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത് മറ്റൊരു വ്യക്തിയുടെ സഹായം ഉണ്ട് എങ്കിൽ ഒരു എന്താ പറയാ ഒരു ദൂതനെ പോലെ നിങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചിട്ട് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ ഒരാൾ സഹായിക്കുമെങ്കിൽ അത് വളരെ നന്നായിരുന്നു എന്നൊരു ചിന്തയാണ് അവർക്കുള്ളത്. പക്ഷേ അവർക്ക് അതിന് വേണ്ടിയിട്ട് ആശ്രയിക്കാനായിട്ട് പറ്റുന്ന ഒരു വ്യക്തി അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പൊ ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പേടി ഉണ്ടെങ്കിൽ പോലും എന്ത് റിസ്ക് എടുത്തിട്ടും നിങ്ങളുടെ അടുത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു പേഴ്സൺ ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അവരെ എത്രത്തോളം വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാലും റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും അവരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എത്ര റിസ്ക് എടുത്തിട്ടും നിങ്ങളിലേക്ക് എത്തണം. ഓക്കെ. ആ ഒരു നിങ്ങളിലേക്ക് എത്തിയിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്നതിൽ ഒരു വിജയം കണ്ടെത്താനായിട്ട് കഴിയും എന്നൊരു വിശ്വാസം ഇവർക്കുണ്ട്. കാരണം ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതുപോലെ തന്നെ നിങ്ങളെ ഒരു അനുനയ മാർഗത്തിലേക്ക് കൊണ്ടുവരാനും ഇവർക്ക് കഴിയും എന്നൊരു കോൺഫിഡൻസ് ഇവർക്കുണ്ട്.
അതായത് നിങ്ങളെ അത്രത്തോളം മനസ്സിലാക്കിയ ഒരു വ്യക്തികൾ തന്നെയാണ് ഇവരെന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സണെ പോലെ നിങ്ങളെ മനസ്സിലാക്കിയ മറ്റൊരു വ്യക്തികൾ മേ ബി ഉണ്ടായിരിക്കില്ല. ആ ഒരു വിശ്വാസം തന്നെയാണ് ഇവരുടെ ഒരു വിജയവും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവർ നിങ്ങളിലേക്ക് റിസ്ക് എടുത്ത് വരാൻ തയ്യാറാവുന്നത്. കാരണം നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ദേഷ്യം ആദ്യമൊക്കെ കാണിച്ചാലും നിങ്ങൾക്ക് ഇവരോടുള്ള ഒരു സ്നേഹം എത്രത്തോളമാണെന്ന് അതിന്റെ ഒരു ഡെപ്ത് ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എന്ത് റിസ്ക് എടുത്തും വന്ന് നിങ്ങളോട് സംസാരിക്കണം എന്നൊരു ചിന്ത ഇവരിപ്പം മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെയധികം ടയേർഡ് ആണ്. ഈ ഒരു ദുഃഖഭാരം ചുമന്നിട്ട് അവർക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ മനസ്സിൽ ഭയങ്കരമായ കുറ്റബോധം ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വ്യക്തിക്ക് ഇത്രത്തോളം കുറ്റബോധമൊക്കെ വന്നത്. അതിനു മുമ്പ് ഇവർക്ക് ആ ഒരു ചിന്തകളൊന്നും ഇവരെ അലട്ടിയിട്ടുണ്ടായിരുന്നില്ല. തീർത്തും ഒറ്റപ്പെട്ട് പോയപ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിച്ചപ്പോഴാണ് അവർക്ക് അതിന്റെ ഒരു വില മനസ്സിലായത്. നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലായിരിക്കുന്നത്. അപ്പൊ ആ ഒരു വാല്യൂ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു തീരുമാനത്തിൽ എത്തിയത്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു ദുഃഖവുമായിട്ട് മുന്നോട്ടേക്ക് പോയാൽ ഇനി ശരിയാവില്ല. അവരുടെ കാര്യങ്ങളൊന്നും മര്യാദക്ക് നടക്കുന്നില്ല. ജോലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഫാമിലി ഒറ്റപ്പെടുത്തി, ഫ്രണ്ട്സ് ഒറ്റപ്പെടുത്തി. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. അതാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇവരുടെ അടുത്ത് ദേഷ്യപ്പെടാൻ പറ്റിയെങ്കിൽ പോലും നിങ്ങൾക്കേ ഇവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളെ ഈ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുള്ളൂ. മേ ബി നിങ്ങൾക്കിടയിൽ ഒരുപാട് വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഇതിനോടകം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഈ ഒരു ബ്രേക്കപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് പല പ്രാവശ്യം ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് വഴക്കിട്ട് ഓരോ പ്രാവശ്യം പോയിട്ടുണ്ടായിരിക്കും. അപ്പോഴൊക്കെ വീണ്ടും വീണ്ടും നിങ്ങൾ ഇവരുടെ പുറകെ പോയി മിണ്ടുന്ന രീതിയായിരിക്കും കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നപ്പോൾ പോലും നിങ്ങൾ ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയുടെ പുറകെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടായിരിക്കാം. അപ്പോഴും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവർ വീണ്ടും തിരിച്ചു വരും. അങ്ങനെ തന്നെയായിരിക്കും ഇത് ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇത്തവണ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ച് തന്നെ പോയി. അത് നിങ്ങൾക്കൊരു വല്ലാത്ത ഷോക്ക് ആയിട്ടുണ്ട്. ഒരു പരിധി വരെ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പുറകെ പോയെങ്കിലും പിന്നീട് നിങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ പോയി കാണില്ല. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടേതായ ഒരു വിശ്വാസത്തിൽ ഉറച്ചിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എന്തായാലും വരും. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ആ ഒരു എവിടെയോ ചെറിയൊരു വിശ്വാസം. കാരണം ഇവര് നിങ്ങളെ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഇവര് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു സ്പൈ വർക്ക് എല്ലാം ഇവര് നടത്തുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഈഗോ ഇവരെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട്. അവരുടെ ഒരു ഫ്രണ്ട്സ്, ഫാമിലി ആ ഒരു സന്തോഷത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരുന്നു ഇവര്. ഇവർ ഒറ്റപ്പെട്ട് പോയത് ഇവരുടെ ഒരു ക്യാരക്ടറിന്റെ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് ഇവർ എല്ലായിടത്തും ഒറ്റപ്പെട്ട് പോയത്. അങ്ങനെ ഒറ്റപ്പെട്ട് പോയ സമയത്താണ് ഇവര് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചിരിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഈ ഒരു മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ അതുപോലെ ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വന്ന ഒരു സമയത്ത് അങ്ങനെയാണ് ഇവർ വിദഗ്ധമായിട്ടുള്ള ഒരു ഉപദേശം തേടാനായിട്ട് തയ്യാറായത്. അതൊരു പക്ഷേ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു മേലുദ്യോഗസ്ഥനായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവർ മറ്റാരെങ്കിലും. എന്തായാലും നമുക്കിവിടെ വന്നിരിക്കുന്ന എനർജിയിൽ അവരിൽ നിന്നൊരു ഗുരുനാഥ സ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തി. അങ്ങനെയാ കാണുന്നത്. അവരുടെ ചേട്ടനെ പോലെ കാണുന്നതോ ഗുരുനാഥനായിട്ട് കാണുന്നതോ അവരുടെ ജോലി കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മാനേജർ ലെവലിൽ ഉള്ളവരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. എന്തായാലും അവർക്ക് അത്രയും വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഇവർ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തപ്പോൾ ആ ഒരു വ്യക്തി ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയല്ല നിങ്ങളുടെ അടുത്ത് കാണിക്കേണ്ട അല്ലെങ്കിൽ ചെയ്തത് തെറ്റായി പോയി എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ മറ്റാരിൽ നിന്നും കേൾക്കാത്ത ഒരു കാര്യം ഒരുപക്ഷെ നിങ്ങൾ പറയുന്നതായിരിക്കും കുറച്ച് കാര്യങ്ങൾ ഇവർ കേട്ടിട്ടുണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി പറഞ്ഞ കാര്യം ഇവർ കേൾക്കാനായിട്ട് തയ്യാറെടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു തയ്യാറെടുത്തതിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്തായാലും ഒരു പരിവർത്തനം സംഭവിച്ചിട്ടുണ്ട്. മാറ്റങ്ങൾ സ്വയം മാറാനായിട്ട് അവർ എന്തായാലും കുറെ അധികം തീരുമാനിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അവരുടെ ഒരു ഈഗോ അവർ വിട്ടുകളയാൻ തയ്യാറായില്ല എങ്കിൽ പോലും നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങളിൽ ഒരു അയവ് വരുത്താനായിട്ട് എന്തായാലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ലൈഫിന്റെ ഒരു ന്യൂ ബിഗിനിങ് ആണ്. ഒരു പുതിയ തുടക്കം വേണം. എല്ലാ രീതിയിലും ഒരു പുതിയ തുടക്കവുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം. നിങ്ങളുമായിട്ടുള്ള ജീവിതം മുന്നോട്ടേക്ക് ഒരു സന്തോഷകരമായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. ഇപ്പൊ ഇവരുടെ കൂടെ ഇവരുടെ ഫ്രണ്ട്സ്, ഫാമിലി ഒന്നുമില്ല. അപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങളുമായിട്ട് ഒന്നിച്ച് യാത്ര തുടരുമ്പോൾ ഈ മാറി നിന്ന ഫ്രണ്ട്സ്, ഫാമിലി ഇവരെല്ലാവരും ഇത് കണ്ട് അതിശയിക്കണം എന്നൊരു ചിന്തയൊക്കെ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. okay. ആ ഒരു ചിന്തകളൊക്കെയാണ് കൂടുതലായിട്ട് ഇവർക്ക് മൈൻഡിലേക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ തുടക്കവുമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്.
അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോഴേക്കും ഈ ഒരു പ്രപഞ്ചം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ എത്തിക്കഴിയുമ്പോൾ അവർ പരിപൂർണ്ണ പരിവർത്തനത്തിന് ശേഷം നിങ്ങളിലേക്ക് വരുന്നതായത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷവും സമൃദ്ധിയും എല്ലാം കടന്നു വരികയാണ്. നിങ്ങൾക്കൊരു വലിയ മാറ്റമാണ് കടന്നു വരാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു വേദനകൾക്കെല്ലാം ഒരു അവസാനം വരാനായിട്ട് പോവുകയാണ് എന്നാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത്. ആ ഒരു കാർഡ്, ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസൊനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.